മതമില്ല, ജാതിയില്ല, ഭാഷാവാദമില്ല, വംശീയവാദമില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ ഒരു യുക്തിവാദിയുടെയോ പ്രസ്താവനയല്ല. മതേതര ഭാരതത്തിലെ സുപ്രീം കോടതി വോട്ടിനെക്കുറിച്ച് നിരീക്ഷിച്ചതാണ്. മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം. കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് മതേതരമാകണമെന്ന സുപ്രീം കോടതിയുടെ വിധി എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? കേരള സമിറ്റിന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഇതാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ലൈവായി ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ചോദിച്ചെത്തിയിരുന്നു. നിരവധി ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചു. അത്തരം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കേരള സമിറ്റ് ഈ ചർച്ചയ്ക്ക് മുന്നാകെ വയ്ക്കുകയാണ്. ചോദ്യം നമ്പർ 1, മതം, ജാതി, വംശം, ഭാഷ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം അയോഗ്യതയായി കണക്കാക്കപ്പെടുമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ എന്ത് പ്രധാനപ്പെട്ട പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക? ചോദ്യം നമ്പർ 2, മതേതര തിരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിനും ശിവസേനയ്ക്കും അകാലിദളിനും സ്വന്തം പേരുകളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും. ചോദ്യം നമ്പർ 3, ഹിന്ദുത്വം ജീവിത രീതി മാത്രമാണെന്നും മതമല്ല എന്നുമുള്ള 95-ലെ സുപ്രീം കോടതി വിധി നിലവിലിരിക്കെ ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസരമൊരുക്കുമോ ഈ സുപ്രീം കോടതി വിധി? ചോദ്യം നമ്പർ 4, പാർശ്വവൽക്കരിക്കപ്പെട്ട സ്വത്ത് വിഭാഗങ്ങൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരം തെരഞ്ഞെടുപ്പ് വേളകളിൽ നിഷേധിക്കുമോ ഈ സുപ്രീം കോടതി വിധി? കേരള സമിറ്റ് അന്വേഷിക്കുന്നു. മതേതര വോട്ടിലേക്ക് എത്ര ദൂരം? ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുന്നു. സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി സമദ് കുന്നക്കാവ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീ MM നാരായണൻ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എഴുത്തുകാരനും സാഹിത്യ നിരൂപകനുമായ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, BJP സംസ്ഥാന മീഡിയ സെൽ കൺവീനർ ശ്രീ ശിവശങ്കർ, ഒപ്പം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ശിവശങ്കറിൽ നിന്ന് തുടങ്ങട്ടെ. ശിവശങ്കർ, നിരവധി ചോദ്യങ്ങൾ ഫേസ്ബുക്ക് ലൈവിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ച ഒരു കാര്യം ഇതാണ്. നിങ്ങൾ നിരന്തരമായി ഈ വിധി വന്നതിന് ശേഷം വിവിധ ചാനലുകളിലും മാധ്യമങ്ങളിലും പറയുന്നു മുസ്ലിം ലീഗ്, അകാലിദൾ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അകാലിദളിന്റെ കാര്യം പറയുന്നത് കേട്ടില്ല, പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ചർച്ചകളിൽ നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട് പേര് മാറ്റേണ്ടി വരുന്നത്? BJPക്ക് അങ്ങനൊരു നിലപാടുണ്ടോ? ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കാം ഇത് മുസ്ലിം ലീഗിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു ചോദ്യമായത്. പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് മുസ്ലിം ലീഗിന് മാത്രമായി ബാധകമാകുന്നത് അതിന്റെ പേര് കൊണ്ട് തന്നെയാണ്. ഹിന്ദുമതം ഒരു സംസ്കാരമാണെങ്കിൽ ഇസ്ലാം മതവും ഒരു സംസ്കാരമാണ്. അങ്ങനെയാണെങ്കിൽ വേർതിരിച്ച് കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും മുസ്ലിമും ഒരു സംസ്കാരമായി കാണാം. പക്ഷേ അതിന് രാഷ്ട്രീയ അതിർവരമ്പുകളും ഈ രാജ്യത്തിന്റെ അതിർവരമ്പുകളും നോക്കേണ്ടി വരും. ഇത് ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഒക്കെ ബാധകമാകുമോ? എല്ലാ മതത്തിനും ബാധകമാണ്. ഹിന്ദു മതത്തിലെ ഹിന്ദു മത പേര് മാത്രമുള്ള ചിലവർക്കും ഇത് ബാധകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അബ്ദുറഹ്മാൻ രണ്ടത്താണി, ചർച്ചയിലേക്ക് സ്വാഗതം. ഹിന്ദു ഒരു മതമല്ല, പക്ഷെ ബാക്കി മതങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോ സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചെന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് കരുതുന്നത്? സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ ആശാവഹമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ തികച്ചും വർഗീയമായി രാജ്യത്ത് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ വിദ്വേഷം വളർത്തി വോട്ട് വാങ്ങാൻ രാജ്യം ഭരിക്കുന്ന കക്ഷി വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഞങ്ങൾ ഒരു ആശാവഹമായി കാണുകയാണ്. സുപ്രീം കോടതി വിധി അത് മാത്രമല്ല, വിധിയിൽ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ പരാമർശിച്ചില്ല. അതിൽ പറഞ്ഞു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്വതന്ത്രമായിരിക്കണം, അതിൽ ഭരണകൂടങ്ങൾ ഇടപെടാൻ പാടില്ല. ഏക സിവിൽ കോഡ് വാദം പോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു സൂചന ഭരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ അതിൽ ഇടപെടരുത്, മതം അവനവൻ്റെ സ്വന്തം കാര്യമാണ്. അത് കഴിഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ വർഗീയമായി ഈ പേരിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, നിരോധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അത് പറയാനുള്ള കാരണം 2005 കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടി, ഇവിടെ ഹിന്ദു എന്നോ അല്ലെങ്കിൽ മതത്തോട് ഏതെങ്കിലും അങ്ങനെയുള്ള പേരിനോട് വിദ്വേഷമില്ല. പാഷാണത്തിന് മുകളിൽ അമൃത് എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് പാഷാണം പാഷാണമാകാതിരിക്കില്ല. നാരായണ മാഷേ, എൻ്റെ അടിസ്ഥാന സംശയം മുസ്ലിം ലീഗിന് ഈ വിധി ബാധകമാവില്ല. ഹിന്ദുത്വ വിധി നിലവിലിരിക്കുന്നത് കൊണ്ട് ഹിന്ദുത്വവാദവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ പോയാൽ ഇത് ബാധകമാവില്ല. അപ്പോൾ പിന്നെ ഇത് ആർക്കാണ് ബാധകമാവുക എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഈ വിധി സ്വാധീനിക്കാൻ പോകുന്നത് എന്ന പ്രശ്നമാണ് കൂടുതൽ ഗൗരവമുള്ളതെന്ന് ഞാൻ വിചാരിക്കാം. എത്രയോ കാലമായിട്ട് ഇവിടെ മാത്രമല്ല ലോകത്തിലാകെ വിശിഷ്യ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഈ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു ഫിനോമിനൻ, ഇത് അല്ലെങ്കിൽ കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു രാഷ്ട്രീയത്തിനെ ഈഗിൾട്ടൻ്റെ വളരെ പ്രസിദ്ധമായ പ്രയോഗമുണ്ട്. കൾച്ചർ ബിക്കംസ്
എ കൺവീനിയൻറ്റ് വേ ഓഫ് ഡിസ്പ്ലേസിങ് പോളിറ്റിക്സ്. രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക. നമ്മൾ അരാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയം ഒരുതരം അരാഷ്ട്രീയവൽക്കരണത്തിന് വിധേയമാവുകയും രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു പ്രതിഭാസം ലോകത്താകെയുണ്ട്. ദളിത് ക്വസ്റ്റ്യൻ, മൈനോറിറ്റി ക്വസ്റ്റ്യൻ, വുമൺ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സജീവമാണ്. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് ദളിത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അത്തരം പ്രശ്നങ്ങൾ ഐഡന്റിറ്റി സ്വത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വ്യക്തമായ ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ അത് അഭികാമ്യമാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ആരോഗ്യകരമാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BSP വോട്ട് തേടാൻ പോകുമ്പോൾ ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നൊരു വാചകം പറഞ്ഞാൽ അയോഗ്യത കൽപ്പിക്കപ്പെടുമല്ലോ? ഇല്ലല്ലോ. ദളിതല്ലേ? ഐഡന്റിറ്റി അല്ലേ? അല്ല, ദളിത് രാഷ്ട്രീയം പറഞ്ഞാൽ അയോഗ്യതയാണ്. ദളിതന്റെ പ്രശ്നം പറഞ്ഞത് അയോഗ്യതയല്ല. അതാണ് സമദ്, ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചയുടെ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഏറ്റവും വ്യക്തമായ ഇടതുപക്ഷ നിലപാടായി വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സ്വത്ത് രാഷ്ട്രീയത്തിന് ഈ വിധി എതിരാണ്, അതുകൊണ്ട് ഇടതുപക്ഷം ഇതിനെ അംഗീകരിക്കുന്നു. ഈ വിധി മതേതരത്വത്തിന് അനുകൂലമായതുകൊണ്ട് അനുകൂലിക്കുന്നു എന്ന് മറ്റു വിഭാഗം പറയുന്നു. എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ സുപ്രീം കോടതി വിധി പുറമേക്ക് അത് എത്രമാത്രം ആശാവഹമായി തോന്നുമെങ്കിലും അത് ആന്തരികമായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളെ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നതാണ്. ആ ആന്തരികമായ വൈരുദ്ധ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേശീയതയുടെ തന്നെ ഒരു ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. അഥവാ ഈ സുപ്രീം കോടതിയുടെ വിധി അന്തിമമായി കൊണ്ട് ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നതാണ് ഇതിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഇവിടെ സംഘപരിവാറിന് അവരുടെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാമെന്നും അതേസമയം ഇവിടുത്തെ ദളിത്, ആദിവാസി, ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പറയുവാനുള്ള അവകാശം നഷ്ടപ്പെടും എന്നുള്ളതുമാണ് ഈ വിധിയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു പ്രശ്നം. എങ്ങനെയാണ് ബാലേന്ദ്ര മാഷി വിധിയെ കാണുന്നത്? ഇതൊരു ഗുണഭോക്താവ് ആരെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാനിത് ആദ്യ മാത്രയിൽ നമ്മൾ ഈ വിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് വളരെ ശോഭനീയമാണ് എന്ന് നമുക്ക് തോന്നാം. പ്രാഥമിക യുക്തി. അതെ, രാഷ്ട്രീയത്തിൽ മതം വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പൗരോഹിത്യം ഒരിക്കലും രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ പാടില്ല. പക്ഷേ ഇന്ത്യൻ വ്യവസ്ഥ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഈ വിധിയെ നേരിടുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് എൻ്റെ മുന്നിൽ വരുന്നത്. ഒന്ന്, ജനാധിപത്യത്തെ സുതാര്യമാക്കാനും ജനാധിപത്യത്തെ ശരിയായ രീതിയിൽ നിലനിർത്താനും ഈ വിധി ബാഹ്യമായിട്ട് നമുക്ക് ആലോചിക്കും. പക്ഷേ ഇന്ത്യൻ വ്യവസ്ഥയിൽ അനവധി വിഭാഗീകരിക്കപ്പെട്ട ആളുകളുണ്ട്. അനവധി നേരത്തെ പറഞ്ഞതുപോലെ ദളിത് വിഭാഗങ്ങളുണ്ട്, ആദിവാസി വിഭാഗങ്ങളുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. ഇവരൊക്കെ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം വിഭാഗങ്ങളെ ജനാധിപത്യവൽക്കരിക്കുകയും ജനാധിപത്യത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ പുരോഹിത വർഗം, മതം എന്ന് ഞാൻ പറയുന്നത് പുരോഹിത വർഗം ജനാധിപത്യത്തിലോ രാഷ്ട്രീയത്തിലോ ഇടപെടുന്നത് ശരിയല്ല. പക്ഷേ അതേസമയം തന്നെ ഇത്തരം ന്യൂനപക്ഷങ്ങളെ, വിഭാഗീയത അനുഭവിക്കുന്നവരെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, നീതിയില്ലായ്മ അനുഭവിക്കുന്നവരെ ജനാധിപത്യത്തിന്റെ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥയെ ഇത് പ്രതിരോധിക്കുമോ? ശിവശങ്കർ, യഥാർത്ഥത്തിൽ സംഘപരിവാരും BJPയും ഇതിനെ അനുകൂലിക്കുന്നതിന്റെ ഘടകം ഈ തെരഞ്ഞെടുപ്പ് വിധി പ്രകാരം രാമജന്മഭൂമി പ്രശ്നം ഉത്തർപ്രദേശിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നാൽ ഈ വിധി അതിനെ ബാധിക്കില്ല എന്നായതുകൊണ്ടാണോ? അങ്ങനെയാണോ നിങ്ങൾ കണക്കാക്കുന്നത്? അതിൽ ഞങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ നോട്ട് പിൻവലിക്കുമെന്നും കള്ളപ്പണത്തിനെതിരായി നിൽക്കുമെന്ന് പറയുന്ന അതേ ആർജവത്തോടു കൂടി രാമക്ഷേത്രം ഭാരതത്തിൻ്റെ ദേശീയതയുടെ ഭാഗമാണെന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഭൂരിപക്ഷങ്ങളുടെ സമ്മതിദാന അവകാശം മേടിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ അതിന് പിന്നോട്ട് പോകാൻ യാതൊരു നമ്മൾ ഇടവേളയ്ക്ക് പിരിയുമ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത്. രാമജന്മഭൂമി പ്രശ്നം ഒരു മതപ്രശ്നമല്ലെന്നും സാംസ്കാരിക പ്രശ്നം മാത്രമാണെന്നും BJP കരുതുമ്പോൾ സുപ്രീം കോടതി വിധി അതിനെ അനുകൂലിക്കുകയാണോ ചെയ്യുന്നതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഇടവേളയ്ക്ക് ശേഷം മതേതര വോട്ടിലേക്ക് എത്ര ദൂരം എന്നാണ് സുപ്രീം കോടതി വിധിയെ മുൻനിർത്തി കേരള സമിറ്റ് അന്വേഷിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇവിടെ അടുത്തുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഗാന്ധിജി മുതൽക്കുള്ള നേതാക്കന്മാർ, അവർ മതം പൊക്കിപ്പിടിച്ചിട്ടോ മതത്തെ ഉയർത്തിപ്പിടിച്ചിട്ടോ അല്ല ഇവിടെ ഒരു ജനങ്ങളെയോ ഒരു ജനാധിപത്യത്തെയോ ഒരു വോട്ടിനെയോ നേരിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ വിധിയെ ഒരു വിധത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിനെ കുറിച്ച്
ഒരു ഹിന്ദു മതത്തെ കുറിച്ച് ഇവർ എന്ത് ചിന്തിക്കുന്നു? നിർവചിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. യെസ്, വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, രാമജന്മഭൂമിയിൽ അവിടെ ക്ഷേത്രം പണിയുന്നുള്ളത്, ഇവിടെ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ള നമ്മുടെ മറ്റേ അദ്വാനി രഥയാത്ര നടത്തിയത് മുതൽ അവർക്കത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ അജണ്ട അതാണ്. പക്ഷെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ തല എണ്ണി നോക്കിക്കൊണ്ടാണ് നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്തയക്കുന്നത്. അല്ലാതെ മതത്തിന്റെയോ പള്ളിയുടെയോ അമ്പലങ്ങളുടെയോ കണക്കെടുത്തുകൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ആളുകളെ തെരഞ്ഞെടുക്കും. റൈറ്റ്. ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നാരായണ മാഷ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പക്ഷം പറയുന്നത് സ്വത്ത് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അതുകൊണ്ടാണ് അവർ സ്വാഗതം ചെയ്യുന്നത്. മറുഭാഗത്ത് നമ്മൾ ചോദിച്ചതുപോലെ രാമജന്മഭൂമി പ്രശ്നം ഒരു സാംസ്കാരിക പ്രശ്നമാണെന്നും ഒരു മതപ്രശ്നമല്ലെന്നും കണക്കാക്കാനാകുമെന്നൊരു സാധ്യത കൂടി തെളിഞ്ഞാൽ ഇത് അപകടകരമല്ലേ? നമ്മുടെ ഇന്ത്യയുടെ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ സെക്യുലറിസം മതനിരാസമല്ല, മതവിശ്വാസികളുടെ ഒന്നിച്ചുള്ള ഐക്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഭാരതത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് ഭാരതീയ സംസ്കാരം. വൈശാഖ് ചന്ദ്രൻ ചോദിക്കുന്നു, എന്തിനാണ് തങ്ങളെ മാത്രം ഉന്നത ചുമതല ഏൽപ്പിക്കുന്നത്? മുസ്ലിം ലീഗ് ഏതെങ്കിലും മത പാർട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റു നേതാക്കളെ അതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കും. ഒരു തെറ്റിദ്ധാരണയാണത്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തങ്ങളായിരുന്നില്ല. ഇപ്പോൾ ഒരു ജനപ്രതിനിധി, അദ്ദേഹം എത്രമാത്രം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പാണക്കാട് തങ്ങൾ ചോദ്യം ചെയ്യുന്നത് തങ്ങളെ കാണാനെത്തുന്ന പാവപ്പെട്ട ഒരു വ്യക്തിയോടാണ്. അപ്പോൾ ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ താഴെ തട്ടിൽ നിന്ന് വരെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനമായി മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പൂർണ്ണമായും ജനകീയമായ രാഷ്ട്രീയ അടിത്തറയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെയാണ് ശ്യാം എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഇതേ തീരുമാനത്തെ പിൻപറ്റിക്കൊണ്ട് പറയുന്നു, ഒരു ഹിന്ദുവായി എനിക്ക് പോലും തോന്നിയിട്ടില്ല ലീഗ് ഒരു വർഗീയ പാർട്ടിയായിട്ട്. പിന്നെ എങ്ങനെയാണ് BJPക്ക് ഒരു മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയെ തോന്നുകയും ഈ വിധിയിന്മേൽ മുസ്ലിം ലീഗ് പേരുമാറ്റേണ്ടതാണ് എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്? മുസ്ലിം ലീഗ് അതിൻ്റെ പേര് കൊണ്ട് മാത്രമല്ല അതിനെ വർഗീയ പാർട്ടിയായി BJPയോ അല്ലെങ്കിൽ മറ്റ് സാധാരണ മനുഷ്യരോ കാണുന്നത്. മുസ്ലിം ലീഗ് മാത്രമല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ IS പോലുള്ള പ്രസ്ഥാനങ്ങൾ വർഗീയമല്ല. ഏത് പ്രസ്ഥാനങ്ങളെയും പേരുകൊണ്ട് മാത്രമല്ല വർഗീയ പ്രസ്ഥാനമായി കാണേണ്ടത്, മറിച്ച് അവരുടെ കർമ്മ പരിപാടിയെയോ അവരുടെ അജണ്ടയോ അവരുടെ ഇതിനെക്കുറിച്ചാണ്. അപ്പോ ഈ കാണേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായി അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതാത് കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ മുൻനിർത്തി പ്രവർത്തിക്കുന്നുവോ ആ നിലയിലായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗീയ പാർട്ടിയായി കാണേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ കക്ഷി BJP ആണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണ് എന്ന് പറയുകയും അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും യോജിച്ചു നിന്നുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യവംശത്തെ ഇല്ലാതാക്കണമെന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് വിരുദ്ധരായവരെ മുഴുവൻ അസംബന്ധമാണ് ഇദ്ദേഹം ഒന്നുമല്ല എന്ന് പറയുന്ന ആ BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയെങ്കിൽ ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് പേര് നോക്കാതെ ആദ്യം റദ്ദ് ചെയ്യേണ്ടത് BJP ആണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശത്തെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമായ മരതകല്ല് വെച്ച ശുദ്ധ നുണ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആളുകൾ തള്ളിക്കളഞ്ഞാണ്. ഒരാൾ പറയുന്ന ഒരൊറ്റ അഭിപ്രായം തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. 33% വോട്ട് കിട്ടി ജയിച്ചു. അപ്പുറത്ത് എത്രയോ ജനങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഈ സ്വത്ത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷം മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമല്ല ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിർണ്ണയിക്കുന്നത്. അങ്ങയുടെ ഭാഷയിൽ എന്താണ് ഭാഷയിൽ അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ന്യൂനപക്ഷമാണ് അംഗീകരിക്കുന്നത്. ഒരു ബഹുസ്വരമായ രാജ്യത്ത് ഇന്ത്യൻ വ്യവസ്ഥ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യ എങ്കിലും നമ്മുടെ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കുക എന്നുള്ളത് മാന്യതയാണ്. ഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിക്കപ്പെട്ട പാർട്ടിയെ ഡെമോക്രസി എന്നുള്ളത് BJP പ്രധാനമന്ത്രി അടക്കം പഠിക്കണം. അങ്ങയുടെ പാർട്ടിയും പഠിച്ചത് കാരണമാണ് 46 ഞാൻ എഴുത്തുകാരനായിട്ട് നോക്കൂ നാരായണ മാഷേ, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കുന്നത് കൊണ്ട് ഒരു പാർട്ടിക്ക് മതേതര സ്വഭാവം കൈവരുമോ? ഇത് നമുക്കറിയാം. പണം, സംഘബലം, മാധ്യമ പിന്തുണ, സാമുദായിക വികാരം, ഇങ്ങനെ ജനാധിപത്യത്തിനപ്പുറത്തുള്ള ഒരുപാട് സംഗതികളുടെ ആനുകൂല്യമാണ് തെരഞ്ഞെടുപ്പിലെ പലപ്പോഴും വിജയപരാജയങ്ങൾക്ക് കാരണം.
ജനങ്ങൾക്ക് സ്വതന്ത്രമായി സ്വച്ഛന്തമായി അവരുടെ അഭിപ്രായം സ്വരൂപിക്കാനുള്ള ഒരു അവസരം നമ്മുടെ രാജ്യത്തില്ല. BJPയുടെയും RSSന്റെയും സൈദ്ധാന്തികന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളുടെ കറുപ്പിലും വെളുപ്പിലുള്ള തെളിവ് എന്താണ് BJP എന്നുള്ളത് നമുക്ക് അവരോട് വേണമെങ്കിൽ ഈ സന്ദർഭത്തിൽ നന്ദി പറയാം. ശിവശങ്കറിന്റെ ടൈം ഇവിടെ വിഷയം അതാണ്. ഇദ്ദേഹം BJPയെ കുറിച്ച് പറയുമ്പോ ഏതെങ്കിലും ആസാമിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ ഏതെങ്കിലും വിചാരധാര നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വിചാരധാര ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ വിചാരധാരയിൽ എന്താ പറയുന്നത്? വിചാരധാരയിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. BJPയുടെ അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നതെല്ലാം അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ അടിസ്ഥാനമായ ചോദ്യത്തിലേക്ക് വരികയാണ്. നിലവിലുള്ള കോടതി വിധി പ്രകാരം BJP വർഗീയ രാഷ്ട്രീയ കക്ഷിയാണെന്ന് ശിവശങ്കറിന്റെ വ്യാഖ്യാനത്തെ പിന്തുടർന്നുകൊണ്ട് ശ്രീ ബാലചന്ദ്രൻ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും കർമ്മപദ്ധതികളും മതത്തിന്റെ സമുദായത്തിന്റെ സംസ്കാരത്തിന്റെ പേരിൽ ആവിഷ്കരിക്കുന്നതാണ് വർഗീയത എങ്കിൽ അക്ഷരം പ്രതി വെള്ളം കൂട്ടാത്ത ഇവിടെ നിന്ന് പിൻവലിക്കേണ്ടത്. കാരണം INL-നെയും SDPയെയും വെച്ചുകൊണ്ട് ഇപ്പോഴും പല മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് CPM ഇടതുപക്ഷമാണ്. ഇവരുടെ കൂടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നോ അതാത് രാഷ്ട്രീയ പാർട്ടികൾ അതാത് കാലഘട്ടത്തിൽ വർഗീയത അല്ലാതായി മാറുകയും ഇവരെ എതിർത്താൽ ഉടനെ അത് വർഗീയ പാർട്ടികളായി മാറുകയും. ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടികളെ എന്തുകൊണ്ട് ഇടതുപക്ഷം കൂട്ടിയില്ല എന്ന പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ രാഷ്ട്രീയത്തിൽ മതം കലർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹിന്ദു വർഗീയവാദം അതിന് ഞാൻ യോജിക്കുന്നില്ല. മുസ്ലിം വർഗീയവാദം ആ പദത്തോട് ഞാൻ യോജിക്കുന്നില്ല. സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ട്. CPM അത് വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞു. അതേസമയം CPM-കാര് ഇത് ഭരിക്കാൻ വേണ്ടിയിട്ട് SDPI പോലത്തെ സംഘടനകളെ കൂട്ടുപിടിച്ച് അവർ ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്. അപ്പൊ അത് വർഗീയത ആവില്ല അവർ ഒരുമിച്ച് ഇത് ആക്കുന്നെങ്കിൽ. അതാണ് ആദ്യമായിട്ട് പറയട്ടെ, വസ്തുതാ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് ഈ ജഡ്ജ്മെന്റ് ശരിക്കും പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഫെയർ ആൻഡ് സെക്യുലർ ആയിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ റിസർവേഷൻസും കാര്യങ്ങളും, അതായത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മതത്തിന്റെയും എന്താ പറയാ കാസ്റ്റിന്റെ ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻസ് സംവരണങ്ങൾ നമ്മൾ എത്ര കാലം കൊടുക്കുന്നു അത്രയും കാലങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കച്ചവടം ചെയ്യാനും ഇതിന്റെ പേരിൽ വോട്ട് ആവശ്യപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ അത് പിൻവലിക്കാൻ ശ്രമിക്കാതെ ഇതിനു വേണ്ടി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. മതം വേറെ രീതിയിൽ കൊണ്ടുപോയാലേ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻസ് ഒഴിവാക്കിയാലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മെയിനായിട്ട് ഒഴിവായി നിൽക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം, പഞ്ചാബിൽ വരാൻ പോകുന്ന രാഷ്ട്രീയം, 5 സംസ്ഥാനങ്ങൾ ഹരിയാനയിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ബാധിക്കുന്ന രാസപ്രക്രിയ ജാതിയാണെന്ന് നമുക്കറിയാം. ജാതി സമവാക്യങ്ങളാണ്. ഈ വിധി എങ്ങനെ ബാധിക്കും ഈ തെരഞ്ഞെടുപ്പുകളെ? ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഏറെ വേരേട്ടമുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, തെലുങ്ക് ദേശം പാർട്ടി, ഇങ്ങനെ കൃത്യമായി അളന്നു നോക്കിയാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മുടെ പാർലമെൻറ്റിനകത്ത് തന്നെ വലിയ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗമാണ് ഈ രാജ്യത്തിൽ ഈ പറഞ്ഞ പ്രക്രിയയിലൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിലെപ്പോഴും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഒരു മതവും ഒരു ജാതിയും അവരുടെ പേരിലല്ല പ്രധാനം. മുസ്ലിം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിത വ്യവസ്ഥയാണ്, അതിൽ നിന്ന് മാറ്റേണ്ട ഒന്നല്ല അത്. യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ യൂസുഫ് നബി ബഹുദൈവാരാധകനായ ഒരു രാജാവിൻ്റെ കീഴിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു. അതിനർത്ഥം എന്താണ്? രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ വ്യവസ്ഥയോട് അനുകൂലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബീസീനിയയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയവർ അവിടുത്തെ ഭരണാധികാരിയുമായി സഹകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മതം എന്ന് പറയുന്നതിനെ എല്ലാ മതം എന്ന് പറയുന്നത് ഇതിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിലല്ല. മതത്തിൽ ഞങ്ങളുടെ പ്രവാചകൻ വരെ ഭരണാധികാരിയായിട്ടുണ്ട്. ഒരു ഭരണാധികാരി മുസ്ലിം ആകുമ്പോൾ ഇതര മതസ്ഥരോട് അനീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദൈവം ആദ്യം ചോദ്യം ചെയ്യപ്പെടുക എന്ന് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം എന്ന പേര് കൊണ്ട് എവിടെയാണ് അപകടം ഉണ്ടാകുന്നത്? ശിവശങ്കർ ഹിന്ദുമതം എങ്ങനെയാണ് ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് എന്നതുപോലെയുള്ള വ്യാഖ്യാനമാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്നിരിക്കുന്നത്. പക്ഷേ ശ്രീ രണ്ടത്താണി, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഞാനൊരു തമാശ പറയട്ടെ എന്ന് പറഞ്ഞാണ് ചോദ്യം ഞങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. പക്ഷേ ലീഗുകാർ വീട്ടിൽ ചെന്ന് പറഞ്ഞു അവൾ തലയിൽ തട്ടമിട്ടിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞതായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയതായിട്ട് പറയുന്നു. ഇതൊരു അനക്ഡോട്ടൽ എവിഡൻസ് ആണ്. സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ മലബാറിലോ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലോ മതവും ജാതിയും എങ്ങനെയാണ് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും ചർച്ചാ വിഷയമാകുന്നത് എന്നുള്ളതിന്റെ സൂചനയായി ഇതിൽ കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സംസ്ഥാന സമിതി തൊട്ട് താഴെ വരെ എല്ലാവരും വ്യത്യസ്ത മതവിശ്വാസികളായ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം KP രാമൻ 5 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്ന് തിരൂരങ്ങാടി എത്തിങ്കാനെ വളർത്തിയ കുട്ടിയാണ്.
അവിടെ നിന്ന് പഠിച്ച് ബാങ്ക് വിളി കേട്ട് നമസ്കാരം കണ്ട് വളർന്ന് MLA ആയി. അദ്ദേഹം മരിക്കുമ്പോൾ രാമൻ റഹ്മാനായിട്ടില്ല. ലീഗ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, മതമല്ല. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടി അതിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി, അതിന്റെ പൊളിറ്റിക്കൽ അതിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടെ ശിവശങ്കർ അത് വെച്ചുകൊണ്ട് ഇവിടെ ശിവശങ്കർ മുസ്ലിം എന്ന പേരിന് മഹാഭാരതത്തിന്റെ പേര് പറഞ്ഞിട്ട് RSS സ്വയം ന്യായീകരിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു പ്രവാചകനെ പറ്റി പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ന്യായീകരിക്കാൻ നാടകമല്ല. മുസ്ലിം എന്ന പേര് ഉച്ചരിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ അയോഗ്യതയെങ്കിൽ ആ പേര് അയോഗ്യതയല്ല എന്ന് ആരുടെ മുഖത്ത് നോക്കി. പക്ഷെ രണ്ട് താണി എങ്ങനെയാണോ ശിവശങ്കർ മഹാഭാരതത്തെ കൂട്ടുപിടിക്കുന്നത്, വേദങ്ങളെ കൂട്ടുപിടിക്കുന്നത്, അതേപോലെ താങ്കൾക്ക് രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ മതഗ്രന്ഥത്തെ കൂട്ടുപിടിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പർവ്യൂവിൽ വരും. എന്ന പദമെല്ലാവരും ഉപയോഗിച്ചത് മതമല്ല, ഇതാണ് പച്ചയായ ഞങ്ങൾക്ക് വർഗീയവാദികളാകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാമത് സെക്യുലർ ആണെന്ന് പറയുന്നു. കമ്മ്യൂണിസത്തിന്റെ ചില നിലപാടുകളോട് ചോദിക്കാനാകുമോ? കഴിയില്ലല്ലോ. അല്ല, പക്ഷെ അതല്ല, നാരായണ മാഷ് ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ അങ്ങേക്ക് ഡിഫെൻഡ് ചെയ്യാൻ സമയം ഞാൻ തരാം. അങ്ങനെ ചോദ്യം ഞാൻ വരുന്നു ശിവശങ്കർ, രണ്ടെത്താണ് വിശദീകരിച്ചോട്ടെ. മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ന്യായീകരണം കണ്ടെത്താൻ മതഗ്രന്ഥത്തെ കൂട്ടുപിടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇല്ല. രാഷ്ട്രീയമായ ചോദ്യങ്ങളാണെങ്കിൽ 948 മുതൽ രാഷ്ട്രീയമായ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞങ്ങൾ തികച്ചും അതിന് കഴിവുള്ളവരാണ്. രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയും. അതേ സമയത്ത് താത്വികമായി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയാസമുണ്ടാകും. പക്ഷേ ശ്രീ നമ്മുടെ മുമ്പിൽ സുപ്രീം കോടതി വിധിയാണുള്ളത്. സുപ്രീം കോടതി വിധി മതം, വംശം, ഭാഷ, ജാതി ഈ ഘടകങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലമായ വിധി തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായി. അതേ സമയത്ത് കോടതി ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വ്യക്തിയും അതുപോലെ തന്നെ ദൈവവും തമ്മിലുള്ള സ്വതന്ത്രമായ ഇടപാടാണ് മതം. ഇന്ത്യയുടെ ഭരണഘടന all persons are equally entitled to freedom of conscience and right to freely profess, practice and propagate religion എന്നാ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് അവരുടെ വിശ്വാസം, ആചാരം, ആരാധനാക്രമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം നൽകി. സിഖുകാരന് വാള് പോലും ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് പിച്ചാത്തി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അത് പാടില്ല എന്ന് സുപ്രീം മറ്റ് മതങ്ങളെ വികലമാക്കിയോ ഞാൻ ഇന്ന മതക്കാരനാണെന്ന് പറഞ്ഞോ വോട്ട് ഒരാൾ സ്ഥാനാർത്ഥി വരാൻ പാടില്ല, മുസ്ലിം ആയതുകൊണ്ട് വോട്ട് ചെയ്യണം എന്നല്ല. ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ഭരണഘടന അനുസരിച്ച് മുസ്ലിങ്ങൾ എല്ലാത്തവർക്കും അംഗങ്ങളാകാം. മുസ്ലിങ്ങൾ എല്ലാത്തവർ അംഗങ്ങളായിട്ടുണ്ട്, നിയമസഭാ സമാജികന്മാരായിട്ടുണ്ട്, ഇപ്പോഴും ഭരണരംഗത്തുള്ളവരുണ്ട്. മുസ്ലിം ലീഗിൽ ഇതര മതസ്ഥർക്ക് ഒരിക്കലും ഞങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. ശിവശങ്കർ ഇതേ കാര്യം ശിവശങ്കറിന് ബാധകമാണ്. ശ്രീ നാരായണ മാഷ് പറഞ്ഞ അതേ കാര്യം. ആ ചർച്ചയിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യം എൻ്റെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ രണ്ടാം സാറിന് എനിക്കൊന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചത് മറ്റ് മതങ്ങൾ, എല്ലാ മതങ്ങളും തത്വത്തിൽ ഇതിനെ അംഗീകരിക്കുന്നു എന്നാണ്. അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് പുലിവാല് പിടിച്ചതാണ്. അല്ലാണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിനെ മുസ്ലിമായിട്ട് പ്രഖ്യാപിക്കാൻ വന്നതല്ല. രണ്ട്, നമ്മൾ മതപരമായി വന്നാൽ ഞാൻ അങ്ങനെ നേരിടാം. രാഷ്ട്രീയമാണെങ്കിൽ ധാരാളം ഡിബേറ്റിൽ തയ്യാറാണ്. പുലിവാല് പിടിച്ചത് രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരാ. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമുള്ള എഴുത്തുകാരുണ്ട്, അതെല്ലാം പുറത്തുള്ളതാണ്, അകത്തൊന്നും തന്നെയാണ്. ഇത് കേരളത്തിലെ ചെറുപ്പക്കാരുടെ രണ്ട് അഭിപ്രായം നമ്മൾ ശ്രദ്ധിച്ചില്ല. അവർ പറഞ്ഞത് ഇവിടെ ഈ കാസ്റ്റിനും റിലീജിയനും ഒക്കെ ഉള്ള പ്രത്യേക ഒരു റിസർവേഷൻ ഹാസ് ടു ബി റിസർവേഷൻ ഒരു അവകാശമാണ്. ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് ഞാൻ വരാം. ഒരു മിനിറ്റ്. ഈ രണ്ടുപേരും അങ്ങയുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ വരാം. എന്റെ അഭിപ്രായത്തിന് സമാധാനം. റിസർവേഷൻ ചെറുപ്പക്കാർക്ക് അവരുടെ കാസ്റ്റ് റിസർവേഷനെതിരെയുള്ള ശക്തമായ അഭിപ്രായം ഇവിടെയുള്ളവർ കേൾക്കാൻ ശ്രമിക്കണം. താങ്കൾ റിസർവേഷൻ എതിരായിട്ടാണോ സംസാരിച്ചത്? അഥവാ റിസർവേഷൻ അവസാനിപ്പിക്കണമെന്നായിരുന്നു താന്റെ വാദം? റിസർവേഷൻ തെറ്റാണ് എന്നുള്ള ഭാഗമാണ് രണ്ടുപേരും പറഞ്ഞത്. ഈ ഇത്തരത്തിലുള്ള ചർച്ച കൊണ്ട് ഇവിടത്തെ ചെറുപ്പക്കാര് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദവും ഇവിടത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതന്മാർക്കുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുവാൻ ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് അവർ തയ്യാറായി വരുന്നു. ആ ചെറു ന്യൂനപക്ഷമായാലും അവരെയും ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം. 6 പതിറ്റാണ്ട് കാലത്ത് നമ്മുടെ ഭരണത്തിന് ശേഷമാണല്ലോ
ഇന്ത്യയിലെ പിന്നോക്കക്കാർ, ദളിതർ, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടവർ അവർ എവിടെ നിൽക്കുന്നു എന്ന് നമ്മുടെ പാർലമെന്റ് നിയോഗിച്ച കമ്മിറ്റി പഠിച്ചത്. ഇപ്പൊ എക്സാമ്പിൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടനകൾക്ക് മുൻതൂക്കമുള്ള കേരളം. ആ കേരളത്തെ മാറ്റി നിർത്തിയാൽ മറ്റ് ഏത് സ്റ്റേറ്റ് എടുത്താലും ഈ രാജ്യത്തിലെ പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങള് അവരൊക്കെ വളരെ പിന്നിലാണ്. ഇന്ന് വരെ സർക്കാർ ഉദ്യോഗ രംഗത്ത് അവർ എത്തിയിട്ടില്ല. എവിടെയും അവർക്ക് സാമ്പത്തിക വിധിയുടെ വാർത്ത വന്ന ഉടൻ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രതികരിച്ചത് ഇതിൽ അപകടമുണ്ട് എന്നാണ്, ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. പക്ഷേ തുടർന്ന് വരുന്ന എല്ലാ ചർച്ചകളിലും കാണുന്നത് അതിനേക്കാൾ അപ്പുറം അതിനെ സ്വാഗതം ചെയ്യുന്നതായിട്ടാണ്. നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശമാണ് രാജ്യത്തിലെ പിന്നോക്കക്കാർ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ അവർക്കൊക്കെ ഉദ്യോഗ രംഗത്തും റിസർവേഷൻ അല്ല ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് ഈ കോടതി വിധി ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറഞ്ഞുകൊണ്ടുവരുന്നു. അതാണ് ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒരു സമൂഹത്തിന് നിഷേധിക്കപ്പെട്ടത് നേടിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് വർഗീയതയുടെ നിർവചനം ഒരു കോടതിയും കണ്ടെത്തില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട രാസായുധം ജാതിയും മതവും അല്ലാതായിത്തീരുന്ന ഒരു കാലം ഇന്ത്യയിൽ എത്രത്തോളം സാധ്യമാണെന്ന പ്രധാന പ്രശ്നത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും കേരള സമിറ്റ്. മതേതര വോട്ടിലേക്ക് എത്തുന്നു. ജാതി പറഞ്ഞ് വോട്ടു തേടാത്ത ഇന്ത്യൻ രാഷ്ട്രീയം എത്രമാത്രം സാധ്യതയാണ്, എത്രമാത്രം മുൻപിലുണ്ട് സാധ്യതയായി എന്നുകൂടി അന്വേഷിക്കുന്നു ഈ ഭാഗത്ത്. അതായത് റിസർവേഷൻ അനുകൂലമായി മണ്ഡൽ കമ്മീഷന് ശേഷം ഇന്ത്യയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചെറു രാഷ്ട്രീയ കക്ഷികൾ എത്രമാത്രം വലിയ ശക്തികളായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൂടുതൽ ആഴത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ ഇനി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഉടലെടുത്താൽ, അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ അത് നിലവിലുള്ള കോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ റദ്ദ് ചെയ്യപ്പെടില്ലേ? അല്ലെ, അത് റദ്ദ് ചെയ്യപ്പെടുക മാത്രമല്ല, ഇത് ഭാവിയെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. യോജിക്കുന്നില്ല, ഇതിൽ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ നിലവിലുള്ളത് പ്രാദേശിക കക്ഷികളാണ്. ഇപ്പോ പ്രദേശങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെയുള്ള കക്ഷികൾ എന്ന് പറയുന്നത് ദേശീയ കക്ഷികളല്ല. എല്ലാ സംസ്ഥാനത്തും പ്രാദേശിക കക്ഷികൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ. ദേശീയ കക്ഷികൾ വർഗീയതയല്ലേ പ്രചരിപ്പിക്കുന്നു? പക്ഷേ അല്ല, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയവാദി ദേശീയ കക്ഷി തന്നെയാണ്. വേറൊരു രാഷ്ട്രീയം പറയാനാണ് ഈ സത്യരാഷ്ട്രീയം പറയുന്ന ആൾക്കാർ പിന്താങ്ങുന്നുണ്ടല്ലോ ദേശീയ കക്ഷികളെ. ഇത്തരം പ്രാദേശിക പാർട്ടികളാണ്. ഈ പ്രാദേശിക കക്ഷികൾ ബിജെപിക്ക് എതിരായി നാളെ വരും എന്നുള്ള ഉത്തമമായ വിശ്വാസം ഈ നിയമത്തെ അനുകൂലമായി വ്യാഖ്യാനിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. നാരായണ മാഷ് പറഞ്ഞതിനെ എതിർക്കാനുള്ള ഒരു അവസരമാണ് ശ്രീ ബലേന്ദ്രൻ പടക്കേടത്ത് നിഷേധിക്കുന്നുണ്ട്. സ്വത്ത് രാഷ്ട്രീയത്തെയും ന്യൂനപക്ഷത്തിനുള്ള രാഷ്ട്രീയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിധി പ്രതികൂലമായി ബാധിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? ഞാൻ പറഞ്ഞത് ശുദ്ധ മാനവികവാദം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ മതേതരത്വ കാഴ്ചപ്പാട് കൊണ്ടോ പുതിയ കാലത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുകയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭരണകൂടം മതനിരപേക്ഷമായാൽ മതി, സമൂഹം തനിയെ മതേതരമായിക്കൊള്ളും. ഇതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു സാമാന്യ കാഴ്ചപ്പാട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭരണകൂടം പ്രതിനിധീകരിച്ചത് ഭൂരിപക്ഷ മതാധികാരത്തെയായിരുന്നു എന്നതൊരു ചരിത്ര സത്യമാണ്. അത്തരം ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതുകൾ, മുസ്ലിങ്ങൾ, ആദിവാസികൾ തുടങ്ങിയ ഐഡന്റിറ്റികൾ സ്വയം ഉയർത്തെഴുന്നേറ്റതും അവരുടെ അവകാശവാദങ്ങൾ സാമൂഹ്യ മണ്ഡലത്തിൽ വിളിച്ചു പറഞ്ഞതും. അത് പുതിയ കാലത്ത് കൂടുതൽ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. JNU അടക്കമുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പുതിയ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റത്തെ, അതിൻ്റെ ഒരു ശാക്തീകരണത്തെ കൂടി തടയിടുവാനുള്ള ഒരു ശ്രമം ഈ കോടതിക്ക് വിധിക്കകത്തുണ്ട്. ഒന്നുകൂടി പറയാനുള്ളത്, ഇത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കേരളത്തിലെ അടിസ്ഥാനപരമായിട്ട് ദളിത് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭൂമി പ്രശ്നം എന്ന് പറയുന്നത്. ഭൂമിയെക്കുറിച്ച് നാളെ മുതൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. രോഹിത് വെമുലയെ കുറിച്ച് നമുക്ക് ഒരു പുതിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കുഴപ്പമാണ് അങ്ങ് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് ദുർവ്യാഖ്യാനങ്ങളാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ രാഷ്ട്രീയ നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, ആ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ലാംഗ്വേജ് തന്നെ ഗുണപരമായി മാറുന്നതിന് ചിലപ്പോൾ എന്ന് പറയുന്നത്, ഞാൻ ഈ നമ്മുടെ ഏത് വിഷയത്തെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും സാഹചര്യമാണ് നമ്മുടെ. പക്ഷെ വേണമെങ്കിൽ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ ഭാഷയെ തന്നെ ഗുണപരമായി സ്വാധീനിക്കാൻ ഇതിന് സാധിക്കുന്ന എന്റെ ഒരു സംശയം ഇതാണ്. ആ സംശയം അങ്ങേക്ക് വിശദീകരിക്കാം. അതായത് രോഹിത് വെമുലയുടെ പ്രശ്നം ഉത്തർപ്രദേശിൽ ഒരു പാർട്ടി ഉന്നയിക്കുന്നു എന്നിരിക്കട്ടെ, അത് പ്രധാനമായും ഏതെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട പാർട്ടിയാണെന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ രോഹിത് വെമുലയെ കുറിച്ച് ഉത്തർപ്രദേശിൽ പ്രചരണ റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചാൽ അയോഗ്യത കൽപ്പിക്കപ്പെടില്ലേ? എങ്ങനെയാണ് അയോഗ്യത?
ജാതിയുടെ പേരിൽ ഒരു ജാതിയുടെ പേരിൽ വോട്ട് ചോദിക്കുകയോ ജാതിയുടെ പേരിൽ വോട്ട് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്യുന്നതാണ് ഈ നിയമവിരുദ്ധമായിട്ട് പറയുന്നത്. മറിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ, ലിംഗപരമായ വിവേചനങ്ങൾ, ഇതൊക്കെ ജനാധിപത്യ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട പ്രമേയങ്ങളാണ്. ഇതിലൊരു പ്രശ്നം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നാരായണ മാഷ് പറയുന്നതിന്റെ ഒരു പ്രശ്നം അഥവാ ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയിൽ വർഗ കാഴ്ചപ്പാട് കൊണ്ട് മാത്രം പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല എന്ന ഇടതുപക്ഷത്തിന് ബോധ്യവുമുണ്ട്. അപ്പോൾ ജാതി പ്രശ്നം അവർക്ക് പറയുകയും വേണം. എന്നാൽ ജാതി സംഘടനകൾ സ്വയം രാഷ്ട്രീയ ശാക്തീകരണം നടത്താനും പാടില്ല എന്നുള്ള ഒരു ബോധം ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ നിരാകരിക്കുന്നതിന്റെ പിന്നിലുണ്ട്. ബിജെപിയുടെ നയങ്ങളോട് യോജിക്കുകയും വേണം, അതേ സമയത്ത് തങ്ങളുടെ വർഗ സംസ്കാരത്തെ കുറിച്ച് മുന്നോട്ട് വെക്കുകയും വേണം എന്ന ഒരു ഇരട്ടത്താപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഇതൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. ബിജെപിയുടെ വർഗീയതയോട് CPM യോജിക്കുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ വടക്കേടത്ത് ഏത് ലോകത്താ ജീവിക്കുന്നത്? സ്വത്വ രാഷ്ട്രീയത്തിന്റെ വിശ്വരൂപമാണ് സംഘപരിവാർ. കേരളത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സ്വത്വ രാഷ്ട്രീയത്തെ കുറിച്ച് അനവധി തവണ ചർച്ച സംഘടിപ്പിച്ചത് CPM ആണ്. കുഞ്ഞഹമ്മദിനെ പോലുള്ളവരെ എതിർത്തതും CPM ആണ്. ജാതിയുടെ പ്രശ്നം അതാണ് പ്രശ്നം. ദളിതരൊഴിച്ച്, ആദിവാസികളും ദളിതരും ഒഴിച്ച് എല്ലാ ജാതിക്കകത്തും ഒരു ചൂഷകവർഗമുണ്ട്, ഒരു ക്രീമി ലെയറുണ്ട്. അപ്പൊ ജാതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഈ ജാതിയുടെ ഘടന എന്താ ചെയ്യുന്നത്? ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ ജാതി വ്യവസ്ഥ ചെയ്തത് ഇന്ത്യയിൽ പണിയെടുക്കുന്ന ജനങ്ങളെ പ്രമാണി വർഗത്തിന്റെ അനുബന്ധമാക്കി മാറ്റിയാണ് ഈ ജാതി വ്യവസ്ഥ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജാതി വ്യവസ്ഥ എതിർക്കുന്നത്. അതുകൊണ്ട് ജാതിക്ക് അതീതമായിട്ട് എല്ലാ ജാതിയിലും പെട്ട പാവപ്പെട്ട എല്ലാ പ്യുവർലി ക്ലാസിക്കലായിട്ടുള്ള ഇടതുപക്ഷ വായനയാണ്. സ്വാഭാവികമായി അതിനെ പറയാനുള്ള അങ്ങേക്ക് അവകാശമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ദേവദാസികളെ പോലെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ജാതി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, നേരത്തെ സൂചിപ്പിച്ച ഗോത്രസഭ പോലെ ഒരു രാഷ്ട്രീയ കക്ഷി രൂപപ്പെടുത്തിയാൽ അതെങ്ങനെയാണ് ജനാധിപത്യത്തിന് ദോഷകരമായി വരികയും കോടതി വിധി പ്രകാരം അയോഗ്യതയാക്കപ്പെടുകയും ചെയ്യുക? ഇതാ ഞാൻ പറഞ്ഞത്. ആത്യന്തികമായിട്ട് ജാതി ഈ ദളിത് പ്രശ്നമായാലും ആദിവാസി പ്രശ്നമായാലും ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സവിശേഷ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും സവിശേഷ പ്രശ്നമാണ്. ആ സവിശേഷ പ്രശ്നം അഡ്രസ് ചെയ്യുന്നത് രാജ്യത്തിന്റെ പൊതു പ്രശ്നങ്ങൾക്ക് വിരുദ്ധമല്ല, മാരകമല്ല, പൂരകമാണ്. പൊതു ജനാധിപത്യ ഞാൻ പറയുന്നത്, എന്റെ വാദം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം പരിഷ്കരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തിന് ഈ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സവിശേഷമായ ത്രട്ടുണ്ട്, ചലഞ്ചുണ്ട്, ഭീഷണിയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോ മുസ്ലിങ്ങൾ പ്രത്യേകം സംഘടിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ നിന്നാൽ സ്ഥിതി എന്തായിരിക്കും? പൊതുജനാധിപത്യ പ്രസ്ഥാനം ഈ പ്രശ്നം ഉയർത്തിപ്പിടിക്കുകയും മുസ്ലിങ്ങൾ അടക്കമുള്ള നീതിക്ക് പോരാടുന്നവരുടെ വിശാലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നാം മതത്തെ എതിർക്കുക തന്നെ വേണം. അതാണ് മാർക്സിയൻ സിദ്ധാന്തത്തിന്റെ ABC. ഒരു മാർക്സിസ്റ്റ് തികഞ്ഞ മതവിരുദ്ധനായിരിക്കണം. നമ്മുടെ പരിപാടിയുടെ മുഖ്യ ഘടകം ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കലാണ് എന്ന PI ലെനിന്റെ താത്വികമായ അടിസ്ഥാനപരമായ നിലപാടിലേക്ക് അദ്ദേഹം മാറുന്നു. നമ്മൾ പറയുമ്പോൾ, നമ്മൾ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. അപ്പോൾ നാരായണ മാഷ് പറഞ്ഞു വരുന്നത് BJP ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നത് പോലെയല്ല, അങ്ങ് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. BJP ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നത് വീണണം വിദ്യക്കാണ്. ശിവശങ്കർ മറുപടി പറയാം. നാരായണ മാഷ് പറഞ്ഞത് വീണണം വിദ്യയാക്കി. അദ്ദേഹത്തിന്റെ ചർച്ച തീരില്ല. അദ്ദേഹത്തിന് ഇപ്പൊ സത്വരാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് കൂടുതൽ താല്പര്യം, ഈ വിധിയെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല. അദ്ദേഹത്തിനെ കുറിച്ച് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ വെച്ച് ചർച്ച വരുമ്പോൾ അദ്ദേഹം സത്വരാഷ്ട്രത്തെ കുറിച്ച് പറയും. കേരളത്തിലെ ജനങ്ങൾക്ക് ആധുനിക പ്രശ്നങ്ങളെ കുറിച്ച് ഇന്നത്തെ മാനവിക പോരാ എന്ന് പറയുന്ന ആ അഭിപ്രായം, അതാണ് ഏറ്റവും വലിയ അപകടകരമായ അഭിപ്രായം. ഈ കേരളത്തിലെ ഈ ഭാരതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ ആധുനിക മാനവികതയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ അഭിപ്രായം അപകടകരമാണ്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. മാനവികവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ നിരീക്ഷണം ഞാൻ വളരെ ആലോചിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം വ്യക്തമാണ്, BJP
ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിത് സമൂഹവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വേണ്ടത് ന്യൂനപക്ഷ അവകാശങ്ങളല്ല പൗരാവകാശങ്ങളാണ് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗരത്വം പോലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും അംഗീകരിച്ച് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങളാണ് കിട്ടേണ്ടതെന്നും ദളിത് അവകാശങ്ങളുമാണ് കിട്ടേണ്ടത് എന്നതുമാണ് ജനാധിപത്യവാദികൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദവും സമത്വ രാഷ്ട്രീയവാദവും ജനങ്ങളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുന്നു എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ച് ആക്രമിക്കപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അങ്ങയോട് പ്രതിനിധാനം ചെയ്ത് ഇവിടെ ചെറുപ്പക്കാർ സമത്വ രാഷ്ട്രീയത്തിന് വേണ്ടി കൂടുതൽ യുദ്ധം ചെയ്യാൻ വരുന്നു. പുതിയ ചെറുപ്പക്കാർ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയക്കാർ കാണേണ്ടത് ഇത്തരം അരാഷ്ട്രീയവാദികളെയാണ് കൂടുതൽ ഭയക്കേണ്ടത് എന്ന അഭിപ്രായമാണ് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവർ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് കേവല മാനവികവാദം വെച്ചുകൊണ്ട് ഉയരാൻ കഴിയുന്നില്ല. അവർക്ക് ജാതിവാദം പറഞ്ഞുകൊണ്ടേ ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ. രാഷ്ട്രീയമായി ഭാരതത്തിൽ നിൽക്കുന്ന സമത്വമില്ലാത്ത പാവപ്പെട്ട ദളിതർക്ക് തീർച്ചയായും റിസർവേഷൻ വേണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മാത്രം സത്വവാദം നിങ്ങൾക്ക് മാത്രം അവകാശമുള്ളതാണെന്നും ദരിദ്രരും രാഷ്ട്രീയരെയും കുറിച്ച് പറയാൻ അവകാശം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കുറച്ച് സോളിഡാരിറ്റി പ്രവർത്തകർക്കും മാത്രമാണ് അല്ല. ഈ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ദളിത് MLA-മാരും MP-മാരും ഉള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഞങ്ങൾ തന്നെയാണ് അവരെ അഭിസംബോധന ചെയ്ത് ഞങ്ങൾ തന്നെയാണ് അവർക്ക് നേടിക്കൊടുത്തത്. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. നിങ്ങളൊന്നും കടന്നു ചെല്ലാത്ത ഏറ്റവും കൂടുതൽ ദുരവസ്ഥ അനുഭവിക്കുന്ന ദളിത് വർഗവും ജാതീയതയും തന്നെയാണ്. അത് പട്ടിണി കൂടുതലുള്ള ഭാരതത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ. പട്ടിണി കൂടുതലല്ല, കേരളത്തിലെ പട്ടിണിയുണ്ട്, ഭാരതത്തിലും പട്ടിണിയുണ്ട്. അതിന്റെ പട്ടിണി കുറവാണ്. നിങ്ങളുടെ ബീഹാറിലും ബംഗാളിലുമാണ് പട്ടിണി കൂടുതൽ. 35-40 വർഷം ഒരുമിച്ച് ഭരിച്ച ബംഗാളിലെ പട്ടിണി ബീഹാറിലെ പാവപ്പെട്ട പട്ടിണിക്ക് തുല്യം തന്നെയാണ്. ബീഹാറിലെ ഏതെങ്കിലും ഗ്രാമത്തിലെ പട്ടിണി ബംഗാളിലെ പാവപ്പെട്ട എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാരതത്തെ മുഴുവൻ തന്നെയാണ് ബീഹാറും ബംഗാളും. ബംഗാളിൽ 35 വർഷം 45 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ബീഹാറിലെ അതിർത്തികൾക്കുള്ള എന്ത് വ്യത്യാസമുള്ളത്? അതുകൊണ്ടാണ് അവര് ജോലി തേടി കേരളത്തിലേക്ക് വരുന്നത്. BJP ഭരിച്ച രാജ്യങ്ങളില് സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി തേടി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല? ബംഗാളിലെയും പക്ഷെ വരുന്നത് കേരളത്തിലേക്കാണ് ശിവശങ്കർ, ഗുജറാത്തിലേക്കല്ല. ബോംബെയിലും ഗുജറാത്തിലും ബംഗാളിലും ബാംഗ്ലൂരിലും ഉണ്ട്. കേരളത്തിലേക്ക് മാത്രമല്ല വരുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും മാത്രമാണ് വരുന്നത്. കേരള സമിതി അന്വേഷിക്കുന്നത് മതേതര വോട്ടിലേക്ക് എത്ര ദൂരം എന്നുള്ളതാണ്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. മതം ഒഴിവാക്കാം, ജാതി ഒഴിവാക്കാം എന്നൊക്കെ പറയുമ്പോൾ ജാതിയും മതവും രണ്ടായി തന്നെ കാണേണ്ടതില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു ചർച്ചയുടെ ഈ ഭാഗത്ത്. ഓക്കെ ശിവശങ്കർ, ഈ ഭാരതീയ ജനധർമ്മസേന ഈ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എന്ത് ചെയ്യും? അതായത് വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങും? ഭാരതത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ സോളിഡാരിറ്റിയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ദളിതവൽക്കരിക്കപ്പെട്ട, പാവവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി മുതൽ മറ്റുള്ള ദളിത് ആൾക്കാരുടെ രാഷ്ട്രീയം പറയാൻ UP-യിലെ മുലായം സിംഗ് യാദവിനും BSPക്കും അവകാശമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിക്കും നടേശനും ആ രാഷ്ട്രീയം പറയാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തുകൊണ്ടില്ല? നരേന്ദ്രമോദി ഭരിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ എത്ര ദളിതരാണ് പീഡിപ്പിക്കപ്പെട്ടത്? അങ്ങനെ കണക്കുണ്ട്. ബീഹാറിലേക്കാൾ കൂടുതൽ പീഡിപ്പിച്ച സംസ്ഥാനം UP-യിലുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച 3 മാസത്തിനുള്ളിൽ ശരിയാവില്ല. ബീഹാറിൽ ചെയ്തു എന്ന് വെച്ചാൽ ഗുജറാത്തിൽ ചെയ്യാമെന്നാണോ പറയുന്നത്? ദളിതനെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ല. ബീഹാറിൽ ചെയ്തു, ഗുജറാത്തിൽ കമ്പാരിസൺ അല്ല വേണ്ടത്. ഓക്കെ ബാലേന്ദ്രൻ പ്ലീസ്. ഈ കോടതി വിധിയെ നാളെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ഇവിടെ വരുന്ന പട്ടേൽ പ്രക്ഷോഭങ്ങൾക്കെതിരായും ദളിത് പ്രക്ഷോഭങ്ങൾക്കെതിരായും നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ പ്രക്ഷോഭങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും BJPയും സംഘപരിവാറും നാളെ രാഷ്ട്രീയ ഈ ചർച്ചയിൽ ബാലേന്ദ്രൻ വടക്കെടുത്ത് മുന്നോട്ട് വെച്ച ഈ ആശയത്തിലാണോ നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ടത്? കോടതി വിധി കൃത്യമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ബാധിക്കുന്ന
വിധിയല്ല. പക്ഷേ നാരായണ മാഷേ, തെരഞ്ഞെടുപ്പിൽ പക്ഷേ നാരായണ മാഷേ, നാരായണ മാഷേ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നാരായണ മാഷേ, ബാധകമായ ഒരു നാരായണ വിഷയമാണ്. മാഷേ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന സമയത്താണല്ലോ ഇന്ത്യയിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാഭ്യാസ വിനിമയം നടക്കുന്നത്. അത് മാത്രവുമല്ല, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയായ ഇലക്ഷൻ വരുന്നവരെ ഉറങ്ങിക്കിടക്കുകയാണോ ചെയ്യുക? അവർ അതിനു മുന്നേ ചെയ്യുന്നത് ഈ മതപരിവർത്തനം അല്ലെങ്കിൽ ഈ മതത്തിന്റെ പേര് വോട്ട് പിടിക്കല്ലേ? ആ ഒരു സമയത്ത് മാത്രം രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അതേ രാഷ്ട്രീയ ധാർമ്മികത തന്നെ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോഴും വേണ്ടേ? അല്ല, അതല്ല ഇലക്ഷൻ പ്രോസസ്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യേണ്ടത്. അല്ലാണ്ട് തെരഞ്ഞെടുപ്പിൽ മാത്രം 5 വർഷം രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ ആകെ പ്രവർത്തന ഫലത്താണ്. മുസ്ലിം ലീഗിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ ഈ കോടതി വിധി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയാകുമെന്ന്? ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നിയമത്തിന്റെ വഴിയിൽ ഏതെങ്കിലും വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടോ അതുപോലെ തന്നെ രാജ്യത്ത് മതവിദ്വേഷം വളർത്തിക്കൊണ്ടോ വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ രാജ്യത്ത് ആരെങ്കിലും വോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വർഗീയ വിഷപ്രചാരണം നടത്തുന്നവർ അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നത് അവർക്കെതിരെ നടപടി അപ്പൊ എന്റെ സംശയം ഇതാണ്, മതപുരോഹിതൻ ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ഇടപെട്ട് പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഫത്വകളും ഇടയലേഖനങ്ങളും പ്രത്യേക തരത്തിലുള്ള വേദ ആശംസ പ്രചരണങ്ങളും ഇനി എങ്ങനെയാണ് സാധ്യമാവുക? അത് വേണമോ വേണ്ടേ? ഞാൻ പോരട്ടെ, മതസംഘടനകൾ ആ കാര്യത്തിൽ നിന്ന് വേണമെന്നില്ലല്ലോ. മതസംഘടനകൾ മതപരമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ, മത നേതാക്കന്മാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. അതായത് മതപ്രഭാഷണങ്ങളിൽ തിരഞ്ഞെടുപ്പുകളുടെ വിജയപരാജയത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആവരുത്. അങ്ങനെ മുമ്പുണ്ടായിട്ടില്ലല്ലോ, പാടില്ലല്ലോ. വീണ ജോർജ് മത്സരിച്ച സമയത്ത് ഒരു പുരോഹിതൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ? ഇന്ത്യയിൽ സന്യാസിമാരെ ഇറങ്ങിയില്ലേ? മാഷ് ഇവിടെ ഇരുന്നുകൊണ്ട് 2 നയം ഒരേ തോണിയിൽ കാലിട്ടോണ്ടാ പറഞ്ഞിട്ടുള്ളത്. 2 തോണിയല്ല, ഒറ്റ തോണിയാണ്. എന്താണെന്നറിയോ? എന്തുകൊണ്ട് എന്നാ മാഷ് ആ സമയത്ത് എതിർത്തില്ല? വൈദികൻ വന്ന സമയത്ത് ഇതുകൊണ്ട് മാത്രമല്ലല്ലോ, സദ്ദാം ഹുസൈൻ മരിച്ചപ്പോ അതുപോലും തിരഞ്ഞെടുപ്പ് ആയുധമാക്കിയ രാഷ്ട്രീയ നേതാവുള്ള പാർട്ടിയുടെ അനുയായിയാണ് അദ്ദേഹം. ഒരു മതപുരോഹിതന്, ഒരു സന്യാസിക്ക് ഇലക്ഷന് നിൽക്കാം. പക്ഷേ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ മതത്തിന്റെയും വേദത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പുരോഹിതൻ വീണ ജോർജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന നടത്തിയാൽ നിലവിലുള്ള കോടതി വിധി അടിസ്ഥാനത്തിൽ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദ് പുരോഹിതൻ അഭ്യർത്ഥന നടത്തിയോണ്ട് കാര്യമില്ല. പുരോഹിതൻ മതത്തിന്റെ പേരിൽ അഭ്യർത്ഥന നടത്തിയാൽ റദ്ദാവും. പുരോഹിതൻ ആരാണ്? അതില്ല. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ വിധി നടപ്പാവുക? പുരോഹിതൻ പറഞ്ഞാൽ പറ്റില്ല, പൂജാരി പറഞ്ഞാൽ പറ്റില്ല, ഏതെങ്കിലും ഒരു മുക്രി പറഞ്ഞാൽ പറ്റില്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ലേഖനം വന്നാൽ പറ്റില്ല. എല്ലാം പറഞ്ഞാൽ പറ്റും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നതിനുള്ള നിരോധനമല്ല ഈ വിധി. തെറ്റിദ്ധരിക്കരുത്. മതത്തിന്റെ പേരിലുള്ള മറ്റേ വോട്ട് ചോദിക്കലിന് തെറ്റായി ചൂഷണം ചെയ്യാൻ പാടില്ല. അതാണ് ഈ കോടതി വിധി. മതവേഷത്തിലുള്ള ഒരു പുരോഹിതൻ, മതചിഹ്നങ്ങൾ ധരിച്ചൊരു പുരോഹിതൻ, മതചിഹ്നങ്ങളാൽ അലങ്കൃതമായ വേദിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയാൽ അതെങ്ങനെയാണ് മതത്തിന്റെ പേരിൽ അല്ല എന്ന് പറയുക? തീർച്ചയായും അത് മതത്തിന്റെ പേരിൽ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാംദേവിനെ പോലെയുള്ള സന്യാസിമാര് പ്രചരണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. മതപുരോഹിതന് മറ്റെല്ലാവരെയും പോലെ വോട്ട് ചെയ്യാനും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും മത്സരിക്കാനും ജയിക്കാനും ജയിച്ച മറ്റേ മന്ത്രിയാവാനും ഒക്കെയുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട്. എന്നാൽ മതപുരോഹിതനൊന്നാവണ്ട, നാരായണ മാഷായാലും മതി. മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വോട്ട് ചോദിക്കാനോ വോട്ട് ചെയ്യരുതെന്ന് പറയാനോ അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ 2018 തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 19 തെരഞ്ഞെടുപ്പിൽ ബാബാ രാംദേവും തരുൺ സാഗർ എന്ന സന്യാസിയും നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നാൽ
എങ്ങനെയാണ് മാഷിന്റെ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് അതിനെ എതിർക്കാൻ പറ്റുക? അവരെന്താണ് പറഞ്ഞനുസരിച്ചിരിക്കും. നരേന്ദ്രമോദി വിജയിപ്പിക്കണം. നരേന്ദ്രമോദി വിജയിപ്പിക്കണം അവർക്ക് പറയാൻ അവകാശമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അവരെന്തിന്റെ പേര് വിജയിപ്പിക്കണം? അവരാരാണ്? എന്തിന്റെ പേര്? അവരാരാണെന്ന് അറിയണം മാഷേ. അതുകൊണ്ട് കാര്യമില്ല. ഏതെങ്കിലും മതത്തിന്റെ ചിഹ്നങ്ങളുള്ളവരല്ലേ? ഒരു മതവിശ്വാസിക്ക്, മതപുരോഹിതന്, പൂജാരിക്ക് ഈ വോട്ട് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. അതല്ല ഇവിടെ പള്ളിയിൽ നിന്ന് വോട്ട് ചോദിക്കാറുണ്ടോ? പള്ളിയിൽ നിന്ന് വോട്ട് ചോദിക്കാറുണ്ടോ? ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാറില്ല. മതത്തിൽ പള്ളിയിൽ നിന്ന് വോട്ട് ചോദിക്കാറ് പാടില്ല. അത് സത്യത്തിൽ തെറ്റാണ്. മതം അതിന് വേണ്ടിയിട്ടില്ല. അതേ സമയത്ത് ഇതിന് രാഷ്ട്രീയത്തിൽ മതത്തിന് എല്ലാവർക്കും പങ്കെടുക്കാം. മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അത് മതേതര രീതിയിലുള്ള ഒരു പുരോഹിതൻ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം, കുർബാന കഴിഞ്ഞതിന് ശേഷം വീണ ജോർജിന് വോട്ട് ചെയ്യുന്നു പറയുന്നത് ഒരു പുരോഹിതൻ, ഒരു തിരുവസ്ത്രം ഇട്ടിട്ടുള്ള പുരോഹിതൻ പറയുന്നത് വർഗീയവാദം അല്ലാണ്ട് പിന്നെ എന്താ? പള്ളിയില് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പുരോഹിതൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും വർഗീയതയാണ്. ഒരു തർക്കമില്ല. സംശയം ഒരു പുരോഹിതൻ ഒരു ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വലിന് വോട്ട് ചെയ്യാനും ഈ രാജ്യത്തെ അവകാശം ഞാൻ പറഞ്ഞു. ആൾക്ക് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ പ്രചരണം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. മതം വേണ്ട, വീണ ജോർജിനെ വിജയിപ്പിക്കുന്നത് മാത്രം ഒരു പുരോഹിതൻ തിരുവസ്ത്രം ഇട്ട് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വിഷയം എന്താ വെച്ചാൽ പള്ളിയുടെ മതത്തിന്റെ പൗരോഹിത്യത്തിന്റെ പാരഫർണേലിയ ഉപയോഗിച്ച്, സൗകര്യങ്ങൾ ഉപയോഗിച്ച്, പിൻബലം ഉപയോഗിച്ച് ഒരു പുരോഹിതൻ മാത്രമല്ല ആരും വോട്ട് ചോദിക്കാൻ പാടില്ല. ഈ മതപുരോഹിതന്റെ സ്വന്തം വ്യക്തിത്വം തന്നെ ആ പാരഫർണേലിയ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. മതചിഹ്നമല്ലേ ഒരു പുരോഹിതൻ? ഇലക്ഷൻ നിൽക്കാൻ പാടില്ലേ? നിൽക്കാം, പക്ഷെ പ്രചരണം പാടുണ്ടോ? പുരോഹിതൻ അതാ ഞാൻ പറയുള്ളൂ. പുരോഹിതന് സമൂഹം നന്നാക്കാനാണ് ഇലക്ഷന് നിൽക്കണമെന്നുണ്ടെങ്കിൽ തിരുവസ്ത്രം ഉപേക്ഷിക്കണം. പിന്നെ മതം വളർത്തല്ലേ? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മതം വളർത്തല്ലേ? സങ്കുചിതമായ സങ്കല്പം. പ്രാർത്ഥനക്കിടയിൽ ഒരു മുസ്ലിമോ ഹിന്ദു ഒന്നും വന്നിരിക്കില്ല. അപ്പൊ പിന്നെ അത് മതപ്രചാരണം തന്നെയല്ലേ? രാഷ്ട്രീയ മതത്തിൽ വരല്ലേ? അല്ല, മലയാളത്തിൽ ഞാൻ പറഞ്ഞെന്താ, പള്ളിയിൽ നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നത് പച്ചയായ വർഗീയത. അങ്ങനെയാണെങ്കിൽ പുരോഹിത ഇറങ്ങണായിരുന്നു, പുറത്തിറങ്ങി പറയണായിരുന്നു. മനസ്സിലായില്ലേ? ഇലക്ഷന് തൊട്ട് മുമ്പ് താങ്കളുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് മതസ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നു? സന്ദർശിക്കാറില്ലേ? എന്തുകൊണ്ട് സന്ദർശിക്കുന്നു? എന്തിനു വേണ്ടി? അല്ല, ഇലക്ഷന്റെ തൊട്ട് മുമ്പ് അല്ല വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയുടെ ആളുകൾക്ക് അരമനയിലല്ല ഏത് ചെകുത്താന്റെ മടയിലും പോയി വോട്ട് ചോദിക്കാം. ഇന്ത്യയിൽ ഒരു പൗരന് മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രചാരണം നടത്തുന്നതും ഒന്നും തെറ്റല്ല. അതേസമയത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, വിദ്വേഷം വളർത്തുന്ന, വർഗീയത വളർത്തുന്ന പ്രചരണങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് കോടതി വിധി പറഞ്ഞത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വോട്ട് ചോദിക്കാനോ വോട്ട് കൊടുക്കരുതെന്ന് പറയാനോ അവകാശമില്ല. തെറ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ വിധിക്ക് ശേഷം പത്രക്കാരുടെ ചോദ്യത്തിൽ ചോദിച്ചു, നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേര് ഇതുകൊണ്ട് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരിക്കലുമില്ല. 2005 പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇത് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഉണ്ടാകുന്ന പുതിയ കക്ഷികൾക്ക് അത് ബാധകമായിരിക്കും. ഞാൻ പറയുന്നത് ഈ മതവർഗീയതയുടെ പേരിൽ പ്രചരണം നടത്തുക, എന്നിട്ട് അതിൽ തെരഞ്ഞെടുപ്പ് ലാഭം നേടുക, അത് രാഷ്ട്രീയ മൂലധനമാക്കുക എന്നുള്ള പുതിയ പശ്ചാത്തലത്തിൽ കോടതിയുടെ വിധി സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ അപ്പോൾ പോലും അതിന് എന്തിന് BJP സ്വാഗതം ചെയ്തു എന്നിടത്താണ് അതിൻ്റെ ഒരു പ്രസക്തി. BJP സ്വാഗതം ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അവർക്ക് ഇത് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മതമല്ല, ഒരു സംസ്കാരമായി കൊണ്ട് സമൂഹ മധ്യത്തിൽ പറയുകയും ചെയ്യാം. എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ശശികല ടീച്ചർ, അത് കുമ്മനം രാജശേഖരൻ, ഇവരൊക്കെ നടത്തിയിട്ടുള്ള ഈ വിശാല ഹിന്ദു ഐക്യത്തിൻ്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ സമ്പത്ത് സർക്കാർ കൈക്കലാക്കുകയാണ് എന്നുള്ള വംശീയ വിദ്വേഷങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി പ്രസ്താവനകളിലൂടെ അവരുടെ മതത്തിൻ്റെ പേരിലല്ലാതെ സംസ്കാരത്തിൻ്റെ പേരിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുകയും ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ BJP ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സമുദായ ആചാര്യന്റെ സ്ഥാപനത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് പോകുന്നത് ശരിയോ തെറ്റോ? രാഷ്ട്രീയ നേതാവ് ആ സ്ഥാനാർത്ഥി പോകുന്നില്ല. നേതാവ് പോകുന്നോ? നേതാവ് ഏതെങ്കിലും പല നേതാക്കന്മാരുണ്ടോ? ആ വഴിക്ക് പോയോ? സ്ഥാനാർത്ഥി പോയാൽ തെറ്റ്. ചർച്ച അവസാനിപ്പിക്കുമ്പോൾ
നിലവിൽ ആശങ്കകൾ മുസ്ലിം ലീഗിന് ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായി അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായോ നിലപാട്? ആശങ്കയിൽ സുപ്രീം കോടതിയുടെ വിധി അതിന്റെ യഥാർത്ഥ രീതിയിൽ പോയാൽ മുസ്ലിം ലീഗ് പാർട്ടി ഇന്ന് വരെ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ഏതെങ്കിലും മതങ്ങൾക്ക് വിദ്വേഷമുണ്ടാക്കുകയോ എന്തെങ്കിലും വർഗീയ പ്രചരണങ്ങൾ നടത്തുകയോ എന്തെങ്കിലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ പാർലമെന്റിലും നിയമസഭയിലും കിട്ടാവുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും അത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ മാർഗത്തിലൂടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും ഞങ്ങൾക്ക് രാജ്യത്ത് തടസ്സമാകില്ല എന്നാണ് ഞങ്ങൾ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ നിരോധിക്കണമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? പേരുകൊണ്ട് അല്ല, ഞാൻ ഒരു പാർട്ടിയെയും, ഞാൻ പറയുന്നത് ഏത് പാർട്ടി എന്നല്ല, രാജ്യത്ത് ഏത് വർഗീയ കക്ഷിയും വർഗീയത പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ തുടക്കത്തിലേ പറഞ്ഞു, പാഷാണത്തിന് അമൃതം എന്ന പേരിട്ട് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് പാഷാണമാകാതിരിക്കുന്നില്ല. പാഷാണം തന്നെയാണ്. പാഷാണം കണ്ടെത്തി നടപടിയെടുക്കാനാണ്, സ്റ്റിക്കർ നോക്കി നടപടിയെടുക്കുന്നിടത്തല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും നിൽക്കേണ്ടത്. ശിവശങ്കർ, BJP എന്ത് കാര്യത്തെ ന്യായീകരിച്ചു കഴിഞ്ഞാലും അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം. 2, ഈ സുപ്രീം കോടതിയുടെ വിധിയെ തന്നെ അത് നല്ലതായതുകൊണ്ട് BJP അംഗീകരിക്കുന്നു എന്നുകൊണ്ട് മാത്രം എതിർക്കുന്ന ഒരു വിഭാഗം. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിധികളിൽ ഒന്നാണിത്. ഞങ്ങളിതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ വിധി ഭാരതത്തിലെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുവാനും ഇത്തരത്തിലുള്ള ജാതി മത വർഗീയ ശക്തികളെ കൊണ്ട് നേടിയെടുക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കക്ഷികൾക്ക് ഒരു ഉഗ്രം താക്കീതാണെന്നുമാണ് BJP വിശ്വസിക്കുന്നത്. ഞാനിത് ആദ്യം മാത്രമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനിതിനെ വിശ്വസിക്കുന്നു. പക്ഷേ 2015 കോടതി വിധി ഹിന്ദു സംസ്കാരമാണ്, ഹിന്ദു മതമല്ല. 1995 കോടതി വിധി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വിധിക്ക് പാകപ്പിഴവുണ്ട്. ടു ബി വെരി ക്ലിയർ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അങ്ങ് കാണുന്നു. ഒന്ന്, ഹിന്ദുത്വ വിധിയിൽ തീരുമാനമാകാത്ത ഏകപക്ഷീയമാകും. 2, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. ഇതാണ് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദളിതരെയും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമാകേണ്ടത്. മതം വ്യക്തിയുടെ സ്വകാര്യ തിരഞ്ഞെടുപ്പാണെന്നും രാഷ്ട്രീയം പൊതുമണ്ഡലത്തിലെ വ്യവഹാരമാണെന്നുമുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോട് നമുക്ക് വിയോജിപ്പുകളില്ല. പക്ഷേ രാഷ്ട്രപിതാവ് പറഞ്ഞത് തിരിച്ചല്ലേ? മതമില്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ആത്മാവില്ലാത്ത ദേഹമാണ് എന്നല്ലേ? അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോടതി വിധിയെ രാഷ്ട്രപിതാവിന്റെ വാദങ്ങളുമായി ചേർത്ത് വയ്ക്കാനാവുക? എവിടെയോ എന്തോ കുഴപ്പങ്ങളുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കൂ. തുടർ ചർച്ചകളാവൂ.